ഇരകളുമായി യാതൊരു വിധമായ ബന്ധവും അല്ലെങ്കിൽ ഇരകൾക്ക് യാതൊരു സഹായവും കൊടുക്കാതെ വേട്ടക്കാരന് വേണ്ടി നിൽക്കുന്നൊരു സമീപനമാണ് കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭാരതീയ ന്യായ സംഹിതയിലെ കൊലപാതകം ഒഴിച്ച് എല്ലാ വകുപ്പുകളും പ്രതി ചേർക്കാവുന്ന ഒരു വ്യക്തിയാണ് ഈ ബിനു വാഴമുട്ടലത്ത് പറഞ്ഞത്. അദ്ദേഹത്തിന് പണത്തിൻ്റെ അഹങ്കാരമാണ്. അതേപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളുമായി അദ്ദേഹത്തിനുള്ള അവിഹിതമായ ബന്ധമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ വീഡിയോകളുണ്ട്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ, പ്രതിപക്ഷ നേതാക്കന്മാരായിട്ടുള്ള വ്യക്തികൾ, ഇവരുമായിട്ടൊക്കെ അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമാണുള്ളത്. ആ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് വല്ലാത്തൊരു ധൈര്യം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പത്തനംതിട്ട പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിനെതിരെ യാതൊരു വിധമായ കേസും എടുക്കാൻ സാധിക്കില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചതായിട്ട് തന്നെ അദ്ദേഹത്തിനോടൊപ്പമുള്ളൊരു പാസ്റ്ററുടെ പ്രസ്താവനയുണ്ട്. ഈ പകൽ സമയം സുവിശേഷം നടത്തുകയും രാത്രി സമയത്ത് അനാശാസ്യകരമായിട്ടുള്ള രീതിയിൽ പിടിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പാസ്റ്റർ ബിനു എന്ന് പറയുന്ന വ്യക്തി. കഴിഞ്ഞ 10 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ വളർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. ഇതേപോലെ തന്നെ ധാരാളം ഉപദേശിമാരുണ്ട്. പത്തനംതിട്ട ജില്ല ഇത്തരത്തിലുള്ള തട്ടിപ്പ് തരികട പാസ്റ്റർമാരുടെ ഒരു തലസ്ഥാന നഗരമായി മാറിയിരിക്കുകയാണ്. അത് കേന്ദ്ര ഏജൻസികളും സംസ്ഥാന ഏജൻസികളും കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. കേരള പോലീസിൻ്റെ ഭാഗത്തൊന്നും യാതൊരു വിധമായ ന്യായവും ഇക്കാര്യത്തിൽ ലഭിക്കില്ല എന്ന് ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാം. 2 പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ. ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ സെക്രട്ടറി പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ക്രൈമും ഇതുവരെ രജിസ്റ്റർ ആയിട്ടില്ല. സമാന സാഹചര്യത്തിൽ ഹിന്ദു നേതാക്കന്മാർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവനയോ പ്രതികരണമോ നടത്താനിടയായാൽ അവർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ഇട്ടുകൊണ്ട് കേസെടുക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലയിൽ എല്ലാ കാലത്തും ഹിന്ദുമതത്തിനെ അവഹേളിക്കുന്ന നയങ്ങളുണ്ട്. നിലയ്ക്കൽ സമരം തൊട്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അന്നൊരു സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ നേതൃത്വത്തിൽ അതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടായി. അതേപോലെ തന്നെ മറ്റൊരു നിലയ്ക്കൽ സമരം ഈ പാസ്റ്റർ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് അവിടുത്തെ ക്രൈസ്തവ സമൂഹം ഉൾപ്പെടെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇയാളുടെ കയ്യിലിരിപ്പാണ്. ഇയാൾ ഈ അടുത്ത സമയത്ത് മാത്യു സാമുവൽ എന്ന് പറഞ്ഞ ധാരാളം കേസുകളിലെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയുമായി ചേർന്നുകൊണ്ടൊരു വീഡിയോ ഇറക്കിയുണ്ടായി. അദ്ദേഹം എത്ര കേസിലെ പ്രതിയാണ്? നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ കേസിനകത്തുണ്ട്, കോടനാട് കേസിനകത്തുണ്ട്. അങ്ങനെ ധാരാളം കേസുകളിലെ പ്രതിയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ മാത്യു സാമുവൽ. അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട്, അല്ലെ ഇവർ രണ്ടും കൂടെ ചേർന്നുകൊണ്ട് ഈ വെള്ള പൂശാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ഇറക്കി. ജനം ടി വിയാണ് പ്രധാനപ്പെട്ട ടാർഗറ്റ്. ഇവർ ജനം ടി വി ഒഴികെ ഒരു മാധ്യമവും ഈ വിഷയത്തിൽ ആദ്യത്തെ 1-2 ദിവസം പ്രതികരിച്ചു എന്നുള്ളതല്ലാതെ യാതൊരു വിധമായ പ്രതികരണവും പിന്നീട് ഉണ്ടാക്കിയില്ല. കാരണം അവരുടെയൊക്കെ നാവടപ്പിക്കാനുള്ള കഴിവും പ്രാപ്തിയും തനിക്കുണ്ട്. ഇനിയും ജനം തന്നെ അടങ്ങിക്കോണം, ഇല്ലെങ്കിൽ തൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ് ഇയാളുടെ ഒരു അഹങ്കാരം. ഈ അഹങ്കാരത്തിന് ബലം വെച്ചു കൊടുക്കുന്ന കേരളത്തിലെ പോലീസ് സംവിധാനമാണ്. അതേ സാഹചര്യത്തിൽ തന്നെ ഹൈന്ദവ ദേവതകളെ അടക്കം ആക്ഷേപിക്കുന്ന അത്തരത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം, ഇതിനെയൊക്കെ ശക്തമായി പ്രതിരോധിക്കേണ്ടത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഭദ്രകാളി കുടുംബം കലക്കിയാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ വളരെ വ്യാപകമായി പ്രചരിച്ചതാണ്. സമാന സാഹചര്യം നമ്മൾ നോക്കൂ. മുഹമ്മദ് എന്ന് പറയുന്നൊരു പേര് ഒരു ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തി എന്നുള്ള കാരണത്താൽ ജോസഫ് മാഷിൻ്റെ കൈയും കാലും വെട്ടിയ പാരമ്പര്യമുള്ള ജിഹാദി ശക്തികൾ കേരളത്തിലുണ്ട്. പക്ഷേ ഹിന്ദുക്കൾ അത്തരത്തിൽ കായികപരമായിട്ട് ആരെയും നേരിടാൻ പോകത്തില്ല, തനിക്ക് അടി കിട്ടത്തില്ല, തന്നെ ആരും വെട്ടത്തില്ല, കൊല്ലത്തില്ലെന്ന് കൃത്യമായി അയാൾക്കറിയാം. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിസ്സംഗത വളരെ കഷ്ടമാണ്. കേരള പോലീസ് മാതൃകയാണ്, ഓപ്പറേഷൻ തുഫാനിൽ കൂടി വളരെ മുമ്പോട്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള കള്ള പാസ്റ്റർമാരെ നിയന്ത്രിക്കാനുള്ള കഴിവും പ്രാപ്തിയും, കള്ള പാസ്റ്റർമാരെ കള്ള ഉസ്താദന്മാർ. മറ്റൊരു തലമുണ്ട്. പണ്ടൊരു സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ഒരു കപടസ്വാമി എന്തോ ഒരു കുഴപ്പം കാണിച്ചപ്പോൾ കേരളത്തിലെ DYFIയും SFIയും തെരുവിലിറങ്ങി. ആ തെരുവിലിറങ്ങി നല്ല സന്യാസിമാരുടെയും കള്ള സന്യാസിമാരായിട്ടുള്ള വ്യക്തികളും വളരെ അപൂർവമായിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ആശ്രമങ്ങൾ തല്ലി തകർത്തു, ഇവരെയൊക്കെ നടു റോഡിൽ മർദ്ദിച്ചു. പക്ഷേ ഇവരൊക്കെ ഇന്ന് എവിടെ? ഈ SFIക്കാരും DYFIക്കാരും എവിടെ? ഈ പാസ്റ്റർ ബിനുവിനെതിരെ തന്നെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ്, ഈ വിവാദം ഉണ്ടാകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് DYFI പ്രതികരിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം അവർ ഉറങ്ങിപ്പോയി. കാരണം പൈസ കൊടുത്ത് തനിക്ക് എല്ലാവരെയും സ്വാധീനിക്കാം. പക്ഷേ ജനം പോലെയുള്ളൊരു മാധ്യമം, ജന്മഭൂമിയുള്ളൊരു പത്രം, ഈ മാധ്യമങ്ങളെയും പത്രങ്ങളെയും വിലക്കെടുക്കാൻ ഇയാൾക്ക് സാധിക്കില്ല. അത് ഭീഷണിയുടെ ഭാഷയാണ്. പക്ഷേ ഇയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ ഭീഷണി കൊണ്ടൊന്നും വഴങ്ങാൻ സാധിക്കത്തില്ലെന്നും. ഇയാൾക്ക് തെറിക്കുത്തരം മുറിപ്പാത്തൽ. ആരെങ്കിലും ഇയാളെ അത്തരത്തിൽ കൈകാര്യം ചെയ്യുകയോ ആ രീതിയിൽ ഇയാളോട് പ്രതികരിക്കുകയോ ചെയ്യുന്ന തന്നെത്താനെ അടങ്ങും. ബിനു പാസ്റ്ററൊക്കെ നിസ്സാരനായ ഒരു വ്യക്തിയാണ്. അയാൾ വിചാരിക്കുന്ന അത്ര കഴിവും പ്രാപ്തിയൊന്നും അയാൾക്കില്ല. കുറേ ആൾക്കാർ പ്രാർത്ഥിക്കാനും തുള്ളാനും ഇയാളുടെ സുവിശേഷം കേൾക്കാനും വരുന്നു എന്നുള്ള കാരണത്താൽ എൻ്റെ കൂടെയാണ് ലോകം മുഴുവനും എന്നുള്ള ഒരു വിചാരം അയാൾക്കുണ്ടെങ്കിൽ ബിനു പാസ്റ്ററെ താങ്കൾക്ക് തെറ്റി, താങ്കളുടെ ആ മാർഗമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങൾ കഴിഞ്ഞ അടുത്ത കുറച്ച് ദിവസം നമ്മുടെ കാര്യങ്ങൾ നോക്കും. അതിനുശേഷം ശക്തമായ രീതിയിലുള്ള പ്രതികരണവും പോരാട്ടവും നിയമ പോരാട്ടവും ഒക്കെ തന്നെ നടത്തും.
അതേ സാഹചര്യത്തിൽ തന്നെ ഈ ബിനു വാഴമൂട്ടിലിനെതിരെ ആദ്യം പരാതിയുമായി എത്തിയത് ക്രൈസ്തവ വിശ്വാസിയായ ഒരു കോൺഗ്രസ്സുകാരൻ, ഒരു UDF-കാരനാണ്. എന്നിട്ട് പോലും ഇത് ക്രൈസ്തവർക്കെതിരായ ഹിന്ദുക്കളുടെ ഇല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവരുടെ ഒരു സമീപനമാണ്, ഒരു നീക്കമാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കാൻ മറ്റ് കേരളത്തിലെ തന്നെ മുന്നണികളടക്കം ശ്രമിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിൽ എന്താണ് ക്രൈസ്തവരോട് പറയാനുള്ളത്, പൊതുസമൂഹത്തോട് പറയാനുള്ളത്? ഭാരതത്തിലെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു സഭകളുടെയും പ്രവർത്തനത്തിനെതിരല്ല ഹൈന്ദവ സംഘടനകൾ. നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്ന, നൽകുന്ന സ്വാതന്ത്ര്യം എല്ലാവർക്കും മതം പ്രചരിപ്പിക്കാൻ ഈ രാജ്യത്തുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള തട്ടിപ്പ് തരികിട സുവിശേഷ പ്രസ്ഥാനങ്ങൾക്കെതിരെയാണ്, അല്ലെങ്കിൽ അനാരോഗ്യകരമായ രീതിയിൽ, അല്ലെങ്കിൽ കൃത്യമായി പണം ഉപയോഗിച്ചുകൊണ്ട് മതപരിവർത്തനം ചെയ്യുന്ന കേന്ദ്രങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കാറുണ്ട്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. ഉത്തരേന്ത്യയെന്നോ കേരളമെന്നോ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ നോക്കൂ, ആ പ്രദേശത്തെ ഓമല്ലൂർ പ്രദേശത്തെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന സഭകളിലെ വിശ്വാസികളായിട്ടുള്ള ക്രൈസ്തവരാണ് ഈ ആക്ഷൻ കൗൺസിലിന് ഉൾപ്പെടെ നേതൃത്വം നൽകുന്നത്. എങ്ങനെ പറയാൻ സാധിക്കും? ഇയാൾ എന്താണ് ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവും ബൗദ്ധികവും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഏതൊരു വ്യക്തിക്കുമുണ്ട്, എനിക്കും താങ്കൾക്കുമുണ്ട്. അതിനെ ചൂഷണം ചെയ്യുകയാണ്. അത് കൈവശം കൊണ്ടാണ്, കൂടോത്രം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു വരുത്തിയതിന് ശേഷം അതിനെ മറ്റൊരു രൂപത്തിൽ വിനിയോഗിച്ചുകൊണ്ട്, ചൂഷണം ചെയ്തുകൊണ്ട്, ബലഹീനതയെ മുതലാക്കിക്കൊണ്ട് ഇവരെ മനം മാറ്റുകയാണ് ഇയാൾ ചെയ്യുന്നത്. അതിനുള്ള കഴിവ് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്, ദൈവാനുഗ്രഹത്താൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് അയാളുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. അതിനെതിരെ ശക്തമായ നടപടികളുണ്ടാവും. അതേ സമയത്ത് തന്നെ ആഭ്യന്തരമന്ത്രി അടക്കം സ്വീകരിക്കുന്ന സമീപനം ഇതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്ക് കടക്കുമോ? നമ്മൾ നോക്കുകയാണ്. അടുത്ത കുറച്ച് ദിവസം നമ്മുടെ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം കേരളത്തിലെ വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി, ക്ഷേത്ര സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ള ധാർമ്മിക് സംഘുലിലെ പ്രസ്ഥാനങ്ങളുടെ ഒരു ബൈഠക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ ഒരു തീരുമാനം കൃത്യമായിട്ട് എടുക്കും. ആ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ ശക്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അത് ബിനു പാഷയ്ക്ക് തടുക്കാൻ ഒക്കുന്നതിന് അപ്പുറമായി മാറും. മറ്റ് രണ്ടാം ഘട്ട നിലയ്ക്കൽ പ്രക്ഷോഭത്തിന് തുല്യമായ രീതിയിൽ ഈ സാഹചര്യത്തിനെ വഷളാക്കിയാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും കേരളത്തിലെ ഈ ബിനു പാസ്റ്റർക്കും അയാളോടൊപ്പം കുടപിടിച്ച് നിൽക്കുന്ന മാന്യന്മാരെന്ന് അടിക്കുന്ന വ്യക്തികൾക്കുമായിരിക്കും. അതുതന്നെയാണ് അതിശക്തമായ പ്രതിരോധം ബിനു പാസ്റ്ററിൻ്റെ ഈ ചെയ്തികൾക്കെതിരെ ഉണ്ടാകും. അത് ശക്തമായ രീതിയിൽ, അത് ഇന്ന് വരെ ബിനു പാസ്റ്റർ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ശക്തമായ സമരപരിപാടിയുമായി വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ രംഗത്തിറങ്ങേണ്ടി വരും എന്നത് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനും ഏറ്റെടുക്കേണ്ടി വരും എന്ന കാര്യം കൂടിയാണ് ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഗൗതം, രഞ്ജിത്ത് അമ്പാടി. ഓക്കെ വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ, ശ്രീ സുധീഷ് ഗോപാൽ ആലപ്പുഴയിൽ നിന്നും ചേർന്നത്. ഏതായാലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, രണ്ടാം നിലയ്ക്കൽ സമരം പോലെയുള്ള പ്രക്ഷോഭത്തിന് ഹൈന്ദവ സംഘടനകൾ ഒരുങ്ങുമെന്നതാണ്. പോലീസിന്റെ അതെ. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിയമ സംവിധാനം ഈ പാസ്റ്റർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ വലിയ ബഹുജന പ്രക്ഷോഭത്തിലൂടെ ഇയാളെ നിലയ്ക്ക് നിർത്താൻ ഹൈന്ദവ സംഘടനകൾക്ക് കേരളത്തിൽ കഴിയുമെന്ന ശക്തമായ സന്ദേശം VHPയും ഹിന്ദു ഐക്യവേദിയും ഉൾപ്പെടെയുള്ള സംഘടനകൾ നൽകുകയാണ്.